Welcome to our channel. Today we are discussing about constitutional law. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് വളരെ വലിയൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾ ഇതിനെ വിവിധ ചാപ്റ്റേഴ്സ് ആയിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഇന്ന് ഞങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിലൂടെ പരിചയപ്പെടുത്തുന്നത് സോഴ്സസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ലോ, പാർട്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ലോ, ഷെഡ്യൂൾസ്, ഇമ്പോർട്ടൻറ്റ് ആർട്ടിക്കിൾസ്, ഇമ്പോർട്ടൻറ്റ് അമെൻമെൻറ്റ്സ്, റിട്സ് എന്നിവയാണ്. Then let's start to our topic. The Constitution is the supreme law of India. It was adopted by the Constituent Assembly of India on 26th November 1949 and became effective on 26th January 1950. It is the longest written constitution of any country on earth. It had 395 articles in 22 parts and 8 schedules. Consists 395 articles in 22 parts and 8 schedules, and approximately 1,45,000 words, making it is the second largest active constitution in the world. Currently, it has a preamble, 25 parts within 12 schedules, 448 articles and 104 amendment. ലോക രാജ്യങ്ങളിൽ വെച്ച് തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതിൽ 395 ആർട്ടിക്കിൾസും 22 പാർട്സും 8 ഷെഡ്യൂളുമായി തരംതിരിച്ചിരിക്കുകയായിരുന്നു. It consists approximately 1,45,000 words. Currently, it has a preamble, 25 parts within 12 schedule, 448 articles and 104 amendments. And next we are going to 3 organs of constitution. The first one is legislative. Legislative consists of the parliament and the state legislature. And the second one is executive. The executive consists of president, vice president, ministers, both the union and state levels. And the third one is judiciary. Judiciary consists of Supreme Court, High Court and subordinate court in different states. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് പാർട്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ലോ. അപ്പോൾ നമുക്ക് പഠിക്കാം. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി. ആർട്ടിക്കിൾ 1 മുതൽ 4 വരെയാണ് യൂണിയൻ ആൻഡ് ടെറിട്ടറി പറയുന്നത്. സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ സിറ്റിസൺഷിപ്പ്. ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ് സിറ്റിസൺഷിപ്പ് പറയുന്നത്. തേർഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ റൈറ്റ്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് ഫണ്ടമെൻ്റൽ റൈറ്റ് പറയുന്നത്. ഫോർത്ത് പാർട്ട് എന്ന് പറഞ്ഞാൽ DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി. ആർട്ടിക്കിൾ 36 to 51 ആണ് ഫോർത്ത് പാർട്ട് പറയുന്നത്. അടുത്ത പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4A, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. ആർട്ടിക്കിൾ പറയുന്നത് 51A. അടുത്ത പാർട്ട് എന്ന് പറയുന്നത് ഇത് യൂണിയൻ പറയുന്ന ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ 52 to 151. നെക്സ്റ്റ് പാർട്ട് നമുക്ക് നോക്കാം. ഇത് സ്റ്റേറ്റ്സ് പറയുന്നത് 152 to 237. ഈ പാർട്സും ആർട്ടിക്കിൾസും ഓർത്തിരിക്കാൻ നമുക്ക് ഒരു കീവേഡ് ഉപയോഗിക്കാം. ഒരുപക്ഷെ നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ കേട്ടിട്ടുള്ളതോ പഠിച്ചിട്ടുള്ളതോ ആയിട്ടുള്ള കീവേഡ് ആയിരിക്കും. എനിക്ക് ഉചിതമായി തോന്നിയ ഒരു കീവേഡാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ യു ക്യാൻ ഫ്ലൈ ഡയറക്ട്ലി ഫ്രം US. ഈ ഒരു കീവേഡ് നിങ്ങൾ ഓർത്ത് വെക്കുക. യു ക്യാൻ ഫ്ലൈ ഡയറക്ട്ലി ഫ്രം US. അത് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ആ 7 എണ്ണവും നമുക്ക് ഏതൊക്കെയാണെന്ന് പെട്ടെന്ന് ഓർമ്മ വരും. അപ്പോൾ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. പാർട്ട് 1 യൂണിയൻ ആൻഡ് ടെറിട്ടറി, യു, ആർട്ടിക്കിൾ 1 to 4, അങ്ങനെ എല്ലാം നമ്മളൊന്ന് നോക്കുക. അത് കഴിഞ്ഞിട്ട് ഇതും കിട്ടുന്നില്ലെങ്കിൽ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ് ഓർത്ത് വെക്കാൻ വേണ്ടി ഞാനൊരു കീവേഡ് പറയാം. യൂണിയൻ്റെ സ്പെല്ലിങ് UNION. എണ്ണി നോക്ക്, UNION. 5 യൂണിയൻ്റെ ലെറ്റർ വരുന്നത്. അപ്പോൾ പാർട്ട് 5 യൂണിയൻ പറയുന്നത്. നെക്സ്റ്റ് സ്റ്റേറ്റ്സ്, STATES, സ്റ്റേറ്റ്സിന് 6 അക്ഷരമാണ് ഉള്ളത്. അപ്പോൾ പാർട്ട് 6 സ്റ്റേറ്റ്സ് ഉള്ളത്. ഓക്കെ. 7ാമത്തെ പാർട്ട് ഇപ്പം നിലവിലില്ല. 7ാമത്തെ പാർട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഡിലീറ്റഡ് പാർട്ടാണ് പാർട്ട് 7. 8ാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ ഇത് യൂണിയൻ ടെറിട്ടറി. 9ാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ ഇത് പഞ്ചായത്ത്. യൂണിയൻ ടെറിട്ടറി പറയുന്ന ആർട്ടിക്കിൾ 239 മുതൽ 242 വരെയാണ് യൂണിയൻ ടെറിട്ടറി പറയുന്നത്. പാർട്ട് 9 പറയുന്നത് പഞ്ചായത്ത്. 243 മുതൽ 241 ഓയാണ് പഞ്ചായത്ത് പറയുന്നത്. പാർട്ട് 9A പറയുന്നത് ദ മുനിസിപ്പാലിറ്റീസ്. 243P മുതൽ 243 ZG. മുനിസിപ്പാലിറ്റീസ് പറയുന്നത് 243P to 243 ZG. പാർട്ട് 9B പറയുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ആർട്ടിക്കിൾ 243ZH to 243ZT. ഇത്രയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് പറയുന്നത്. 8ാമത്തെ പറയുന്നത് ഇത് യൂണിയൻ ടെറിട്ടറിയാണ്. 8ാമത്തെ പറയുന്നത് അപ്പോൾ യൂണിയൻ ടെറിട്ടറി ഫുൾ. അപ്പോൾ 8 ന്യൂമറിക്കലി എഴുതുമ്പോൾ
8. അപ്പോൾ ഫുൾ കവർ ചെയ്ത്. അപ്പോൾ യൂണിയൻ ടെറിട്ടറി. പാർട്ട് 9ന്റെ മിറർ ഇമേജ് ആണ് പി. അപ്പോൾ പാർട്ട് 9 വരുന്നത് പഞ്ചായത്ത്. പിന്നെ ഓൾറെഡി ചിന്തിക്കുക, പഞ്ചായത്തിൽ തന്നെ വരുന്ന പഞ്ചായത്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അടുത്ത് ഓർക്കുന്നത് മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും ആണ്. പക്ഷേ ഇവിടെ കോർപ്പറേഷനും നല്ല കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞ കോർപ്പറേഷൻ. അപ്പം പഞ്ചായത്ത് കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റി, കോപ്പറേറ്റീവ് സൊസൈറ്റി. നമുക്ക് ഇത്രയൊന്നും നോക്കാം. കീവേഡ് എന്ന് പറഞ്ഞാൽ യു ക്യാൻ ഫ്ലൈ ഡയറക്ട്ലി ഫ്രം യുഎസ് യൂസിങ് പാരാമിലിറ്ററി കോപ്റ്റർ. ആ കീവേഡാണ് ഓർത്ത് വെക്കേണ്ടത്. പിന്നെ 10 നമ്മൾ എഴുതുന്ന 10 TN10 T for ട്രൈബ്, അങ്ങനെ ഓർത്ത് വെക്കുക. T for ട്രൈബ്. അപ്പോൾ 10ാമത്തെ ട്രൈബൽ ഏരിയയെ പറ്റിയാണ് പറയുന്നത്. ഇത് ഷെഡ്യൂൾഡ് ആയിട്ട് ട്രൈബൽ ഏരിയയെ പറ്റിയാണ് 10 പറയുന്നത്. ആർട്ടിക്കിൾ 244 to 244A. ആർട്ടിക്കിൾ 11 പറയുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്. ആർട്ടിക്കിൾ 245 to 263. UNION യൂണിയൻ 5 ലെറ്റേഴ്സ് ആണ് യൂണിയൻ ഉള്ളത്. പ്ലസ് STATES സ്റ്റേറ്റ്സ് 6. അപ്പോൾ യൂണിയൻ 5 സ്റ്റേറ്റ്സ് 6. 5 + 6 = 11. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂടിച്ചതിന്റെ റിലേഷൻ പറയുന്നത് 11ാമത്തെ പാർട്ടിലാണ്. അതൊന്ന് ഓർത്ത് വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പാർട്ട് 5 ഓർക്കാനും എളുപ്പമാണ്. UNION യൂണിയൻ 5 ലെറ്റേഴ്സ് യൂണിയൻ പാർട്ട് 5. 6 ലെറ്റേഴ്സ് സ്റ്റേറ്റ്സ് പാർട്ട് 6. അപ്പോൾ ഈ 6 + 5 11 കിട്ടും. 11 എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ്. 12 മുതൽ 15 വരെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഫ്രൂട്ട് ടേസ്റ്റ് സ്വീറ്റ് ടു ഈറ്റ്. ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഫ്രൂട്ട് ടേസ്റ്റ് സ്വീറ്റ് ടു ഈറ്റ്. ഫ്രൂട്ട്. F ഫിനാൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർട്ടി ഉണ്ടാകത്തുള്ളൂ. പാർട്ട് 12 പറയുന്നത് ഫിനാൻസ്, പ്രോപ്പർട്ടി, കോൺട്രാക്ട് ആൻഡ് ഡിസ്പ്യൂട്ട്. ആർട്ടിക്കിൾ 264 to 300A. പ്രോപ്പർട്ടി ഒരു ലീഗൽ റൈറ്റ് ആയിട്ട് 12ാം പാർട്ട് ആഡ് ചെയ്തേക്കുവാണ്. പണ്ട് പ്രോപ്പർട്ടി ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്, ഇപ്പോൾ പ്രോപ്പർട്ടി ഒരു ലീഗൽ റൈറ്റ് ആണ്. ഫ്രൂട്ട് ടേസ്റ്റ് സ്വീറ്റ് ടു ഈറ്റ്. ടേസ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ ടി. അപ്പോൾ ആർട്ടിക്കിൾ 13 പറയുന്നത് ട്രേഡ്, കൊമേഴ്സ് ആൻഡ് ഇന്റർകോഴ്സ് വിത്ത് ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. ആർട്ടിക്കിൾ 301 to 307. 14 സ്വീറ്റ് സർവീസ് അണ്ടർ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ്. ആർട്ടിക്കിൾ 308 to 323. നെക്സ്റ്റ് പാർട്ട് 14A ട്രൈബ്യൂണൽസ്. പാർട്ട് 14A ട്രൈബ്യൂണൽസ്. അടുത്ത പറയുന്ന പാർട്ട് 15ാമത്തെ പാർട്ട് 15 ഈറ്റ് ഫോർ എലക്ഷൻ. അങ്ങനെ ഓർത്ത് വെക്കാം. 16 മുതൽ ലാസ്റ്റ് വരെ നമുക്ക് വേറൊരു കീവേഡ് യൂസ് ചെയ്യാം. സോ ഓറിയ ഈറ്റ് മാഗി ആൻഡ് ടൊമാറ്റോ സോസ്. ഓറിയ കണ്ടു, പക്ഷെ കഴിച്ചതോ മാഗി ആൻഡ് ടൊമാറ്റോ സോസ്. ഓക്കെ. അപ്പോൾ 16ാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു സർട്ടൻ ക്ലാസ്സസ്. ആർട്ടിക്കിൾ പറയുന്നത് 330 to 342. അപ്പോൾ അവിടെ പറയുന്നത് സോ ഓറിയ ഇസ് സ്പെഷ്യൽ പ്രൊവിഷൻ റിലേറ്റിംഗ് ടു സർട്ടൻ ക്ലാസ്സസ്. ഓറിയോ ഒഫീഷ്യൽ ലാംഗ്വേജ് പറയുന്നത് പാർട്ട് 17 ആർട്ടിക്കിൾ 343 മുതൽ 351 വരെയാണ്. 18 ഈറ്റ്. അപ്പൊ അടുത്ത ഈറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഈറ്റ് നമ്മൾ പറഞ്ഞ എലക്ഷൻ, അടുത്തത് എമർജൻസി പ്രൊവിഷൻസ് പറയുന്നത് 352 to 360 ആണ് എമർജൻസി പ്രൊവിഷൻ പറയുന്നത്. വേറൊരു കാര്യത്തിൽ തിങ്ക് ചെയ്ത് വെക്കാം. എമർജൻസി പ്രൊവിഷൻ പറയുന്നത് നമുക്ക് എമർജൻസി എപ്പോഴും 108 എമർജൻസി ആംബുലൻസ്, അങ്ങനെ 108 എമർജൻസി. അപ്പോൾ ആ നടുക്കത്തെ 0 മാറ്റി 18 എമർജൻസി പ്രൊവിഷൻ. അങ്ങനെ ആലോചിക്കാം. 19 മാഗിയുടെ ഫസ്റ്റ് M. അപ്പോൾ മിസ്ലേനിയസ് ഓർത്ത് വെക്കുക. ആർട്ടിക്കിൾ പറയുന്നത് 361 to 367. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് അമെൻമെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അത് 20 ആണ് പറയുന്നത്. ആൻഡ് മാഗി ആൻഡ്. അപ്പോൾ അമെൻമെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ 368 ആണ് അമെൻമെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. ഈറ്റ് മാഗി ആൻഡ്. നെക്സ്റ്റ് ടൊമാറ്റോ ടെമ്പററി ട്രാൻസിഷണൽ ആൻഡ് സ്പെഷ്യൽ പ്രൊവിഷൻ. ആർട്ടിക്കിൾ 369 to 392. ലാസ്റ്റ് പറയുന്നത് സോസ് മീൻസ് ഷോർട്ട് ടൈറ്റിൽ കമൻസ്മെന്റ് അതോറിറ്റി ടെസ്റ്റ് ഇൻ ഹിന്ദി ആൻഡ് റിപ്പീൽസ്. ആർട്ടിക്കിൾ പറയുന്നത് 393 to 395. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സോഴ്സസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഫസ്റ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ആക്ട് ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഇതിൽ നിന്ന് എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് നമ്മൾ ബോറോ ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കാം. ഫോം ദ ബേസിസ് ഓഫ് ബ്ലൂ പ്രിന്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയുന്നത്. ഇത് വളരെ ലെങ്തി ആയിട്ടും ഡീറ്റെയിൽ ആയിട്ടും ഉള്ള ഒരു ആക്ട് ആണ്. It's a blueprint of constitution, federal system, public service commission, office of government judiciary, emergency provisions and administrative details. ഇത്രയുമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935
5 നിന്ന് നമ്മൾ കടമെടുത്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് അടുത്ത് പറയുന്നത് ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സൗത്ത് ആഫ്രിക്ക അമെൻമെൻറ്റ് ഇലക്ഷൻ ഓഫ് രാജ്യസഭ മെമ്പേഴ്സ്. അമെൻമെൻറ്റ് നമ്മൾ ബോറോ ചെയ്തിരിക്കുന്നത് സൗത്ത് ആഫ്രിക്ക രാജ്യസഭയിലെ അംഗങ്ങളെ ഇലക്ട് ചെയ്യാനുള്ള മെത്തേഡും നമ്മൾ കടമെടുത്തിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. നെക്സ്റ്റ് USSR ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഐഡ് ഓഫ് ജസ്റ്റിസ് ഇൻ പ്രിയാമ്പിൾ. റഷ്യയിൽ നിന്ന് നമ്മൾ ബോറോ ചെയ്തത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഐഡിയ ഓഫ് ജസ്റ്റിസ് ഇൻ പ്രിയാമ്പിൾ, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. പിന്നെ 5 ഇയർ പ്ലാൻ പറയുന്നുണ്ട് കേട്ടോ, പക്ഷേ ഇപ്പോൾ 5 ഇയർ പ്ലാൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നില്ല, അതിന് പകരം പ്രാബല്യത്തിൽ വന്നതാണ് നീതി ആയോഗ്. പിന്നെ നെക്സ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫ്രാൻസ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ ബോറോ ചെയ്ത് റിപ്പബ്ലിക് സിസ്റ്റം. നമ്മുടെ റിപ്പബ്ലിക് സിസ്റ്റം നമ്മൾ ബോറോ ചെയ്തിരിക്കുന്നത് ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ആൻഡ് ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി ആൻഡ് ലിബർട്ടി ഇത് നമ്മൾ കടമെടുത്തത് ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ജർമ്മനി എമർജൻസി. ജർമ്മൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ കടമെടുത്തിരിക്കുന്നത് എമർജൻസീസ് ആണ്. ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് അയർലൻഡ്. അടുത്തത് അയർലൻഡിൽ നിന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡയറക്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി ആൻഡ് ഇലക്ഷൻ മെത്തേഡ് ഓഫ് പ്രസിഡന്റിനെ രാജ്യസഭയിലേക്ക് മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യാൻ കഴിയും. ഈ ഐഡിയ നമ്മൾ അയർലൻഡ് കോൺസ്റ്റിറ്റ്യൂഷനിലാണ് ബോറോ ചെയ്തിരിക്കുന്നത്. അടുത്തതായി നമുക്ക് നോക്കാം കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കാനഡ. യൂണിയൻ ലിസ്റ്റ് ആൻഡ് സ്റ്റേറ്റ് ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റുമാണ് കാനഡയിൽ എടുത്തത്. റെസ്റ്റിറ്റ്യൂട്ടറി പവർ ഓഫ് ദ ഗവൺമെന്റ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഓസ്ട്രേലിയ. കൺകറന്റ് ലിസ്റ്റ് നമ്മൾ ബോറോ ചെയ്തിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഓസ്ട്രേലിയ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ബ്രിട്ടൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എന്തൊക്കെയാണ് ബോറോ ചെയ്തതെന്ന് നോക്കാം. സിംഗിൾ സിറ്റിസൺഷിപ്പ്, ലോ മേക്കിംഗ് പ്രൊസീജിയർ, പാർലമെന്റ് സിസ്റ്റം, ലെജിസ്ലേറ്റീവ് സിസ്റ്റം. റിട്സും നമ്മൾ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. റിട്സ് അറിയാം, ഫണ്ടമെന്റൽ റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് കോർട്ട് പുറപ്പെടുപ്പിക്കുന്ന ഒരു ഉത്തരവാണ് റിട്ട്. റിട്ട് നമ്മൾ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഇനി ലാസ്റ്റ് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് US കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ എടുത്തിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ്, പ്രിയാമ്പിൾ, റിമൂവൽ ഓഫ് സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് ജഡ്ജസ്, ജുഡീഷ്യൽ റിവ്യൂ, ഫങ്ഷൻസ് ഓഫ് പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ്. ഇതെല്ലാം US കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ എടുത്തത്. പിന്നെ നമ്മൾ മുകളിൽ ആർട്ടിക്കിൾസ് ഏതൊക്കെയായിരുന്നു പറഞ്ഞത്. നെക്സ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻറ്റ് ഷെഡ്യൂൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. മൊത്തം 12 ഷെഡ്യൂൾസ് ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ളത്. ഫസ്റ്റ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്. സ്റ്റേറ്റ്സിനെ പറ്റി യൂണിയൻ ടെറിട്ടറീസിനെ പറ്റിയാണ് ഫസ്റ്റ് ഷെഡ്യൂൾ. ഫസ്റ്റ് ഷെഡ്യൂൾ പറയുന്നത് സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും അതിർത്തിയും അധികാരപരിധിയെയും കുറിച്ചാണ് ഫസ്റ്റ് ഷെഡ്യൂൾ പറയുന്നത്. നെക്സ്റ്റ് സെവൻത് ഷെഡ്യൂളിൽ പറയുന്നത് സംസ്ഥാന ഗവൺമെന്റിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും പവറുകളെ കുറിച്ചും പിന്നെ 3 ലിസ്റ്റിനെ പറ്റിയാണ് സെവൻത് ഷെഡ്യൂളിൽ പറയുന്നത്. നെക്സ്റ്റ് എയ്ത്ത് ഷെഡ്യൂൾ പറയുന്നത് 22 ലാംഗ്വേജ് റെക്കഗ്നൈസ്ഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഔദ്യോഗിക ഭാഷകളെ പറ്റിയ എയ്ത്ത് ഷെഡ്യൂൾ പറയുന്നത്. ഇതുവരെ 22 ലാംഗ്വേജ് ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിച്ചത്. 10th ഷെഡ്യൂൾ പറയുന്നത് ആന്റി ഡിഫെക്ഷൻ ലോ എന്ന് വെച്ചാൽ കൂറുമാറ്റ നിരോധന നിയമം. കൂറുമാറ്റ നിരോധന നിയമത്തെ പറ്റിയാണ് 10th ഷെഡ്യൂളിൽ പറയുന്നത്. 11th ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത്. 12th ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റീസ്. ഇതെത്രയാണ് ഇമ്പോർട്ടൻറ്റ് ഷെഡ്യൂൾസ്. ഇനി നമുക്ക് ഇമ്പോർട്ടൻറ്റ് അമെൻമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് അമെൻമെൻറ്റ് 1951. ഫസ്റ്റ് അമെൻമെൻ്റ് ആണ് 1951 ഫസ്റ്റ് അമെൻമെൻറ്റ് നിലവിൽ വന്നത്. അന്ന് വരെ ഫസ്റ്റ് അമെൻമെൻറ്റ് വരുന്നവരെ 8 ഷെഡ്യൂൾ മാത്രമേ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ടായുള്ളൂ. 9th ഷെഡ്യൂൾ ആഡ് ചെയ്തത് ഫസ്റ്റ് അമെൻമെൻറ്റിലാണ്. 7th അമെൻമെന്റ് പറയുന്നത് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ലാംഗ്വേജ്. റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ലാംഗ്വേജിന്റെ ബേസിസിൽ സ്റ്റേറ്റ് റീഓർഗനൈസ് ചെയ്തതാണ് 7th അമെൻമെന്റ് പറയുന്നത്. നെക്സ്റ്റ് 42nd അമെൻമെന്റ്. 42nd അമെൻമെന്റ് നിലവിൽ വന്നത് 1976 1976 42nd അമെൻമെന്റ് നിലവിൽ വന്നത്. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വെയർ ആഡഡ്. ഈ കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്തത്. സോഷ്യലിസ്റ്റ് സെക്യുലർ ഇന്റഗ്രിറ്റി ഇൻ ദ പ്രിയാമ്പിളിൽ സോഷ്യലിസ്റ്റ് സെക്യുലർ ഇന്റഗ്രിറ്റി എന്ന പദങ്ങൾ കൂട്ടിച്ചേർത്തതും 42nd അമെൻമെന്റിലാണ്. 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് 42nd അമെൻമെന്റിൽ ആഡ്. അടുത്തതായി പറയാൻ പോകുന്നത് 44th അമെൻമെന്റ്. 42nd അമെൻമെന്റ് 1976. 44th അമെൻമെന്റ് നമ്മൾ പറയാൻ പോകുന്നത് 1978. റൈറ്റ് ടു പ്രോപ്പർട്ടി വാസ് ടേക്കൺ അവേ ഫ്രം ലിസ്റ്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്. 44th അമെൻമെന്റ് 1978 വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് വരെ ആർട്ടിക്കിൾ 31
ഫണ്ടമെന്റൽ റൈറ്റ് ആണ് റൈറ്റ് ടു പ്രോപ്പർട്ടി. അതിനുശേഷം ആർട്ടിക്കിൾ ടു പ്രോപ്പർട്ടി എടുത്തു കളഞ്ഞു. ഇപ്പോൾ ആർട്ടിക്കിൾ 300A റൈറ്റ് ടു പ്രോപ്പർട്ടി പറയുന്നത്. ഇപ്പോൾ റൈറ്റ് ടു പ്രോപ്പർട്ടി ഈസ് നോട്ട് എ ഫണ്ടമെന്റൽ റൈറ്റ്, ഇറ്റ് ഈസ് എ ലീഗൽ റൈറ്റ്. ഓർത്ത് വെക്കുക, റൈറ്റ് ടു പ്രോപ്പർട്ടി ഈസ് നോട്ട് എ ഫണ്ടമെന്റൽ റൈറ്റ്, റൈറ്റ് ടു പ്രോപ്പർട്ടി ഈസ് എ ലീഗൽ റൈറ്റ്. അത് കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ ആർട്ടിക്കിൾ 20ഉം 21, ആർട്ടിക്കിൾ 21ഉം 20ഉം എമർജൻസി പീരീഡിൽ പിൻവലിക്കാൻ കഴിയില്ലെന്നും 44th അമെൻമെൻറ്റിലാണ് ആഡ് ചെയ്തത്. ഏതൊക്കെ? ആർട്ടിക്കിൾ 20ഉം ആർട്ടിക്കിൾ 21ഉം. നെക്സ്റ്റ് 52nd അമെൻമെൻറ്റ്. 52nd അമെൻമെൻറ്റ് 1985. സെക്കൻഡ് അമെൻമെൻറ്റ് ആഡഡ് 10th ഷെഡ്യൂൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. കൂറുമാറ്റ നിരോധന നിയമം. ഒരു വ്യക്തി ജനപ്രതിനിധിയായി മത്സരിച്ച് ജയിച്ച ശേഷം ആ വ്യക്തി മത്സരിച്ച് ജയിച്ച ആ പാർട്ടിയുടെ വ്യവസ്ഥയ്ക്ക് എതിരായി പ്രവർത്തിച്ചാൽ അയാളെ അയോഗ്യനായിട്ട് പ്രഖ്യാപിക്കും. 52ാമത്തെ അമെൻമെന്റിലാണ് ആഡഡ് 10th ഷെഡ്യൂൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് 61ാമത്തെ അമെൻമെന്റ് ആണ്. ആർട്ടിക്കിൾ 61 ഇനി നമ്മൾ പറയാൻ. ഇറ്റ് റിഡ്യൂസ് ദ വോട്ടിംഗ് ഏജ് ഫ്രം 21 to 80. വോട്ടിംഗ് പ്രായം 21 നിന്നും 18 കുറച്ചു. 61ാമത്തെ അമെൻമെന്റ് 1989 വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 കുറച്ചത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അമെൻമെന്റ് ആണ്. 86ാമത്തെ അമെൻമെന്റ് 2002 86ാമത്തെ അമെൻമെന്റ് നിലവിൽ വന്നത്. 86ാമത്തെ അമെൻമെന്റ് പറയുന്നത് ആർട്ടിക്കിൾ 21A റൈറ്റ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ 6 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പ് നൽകുന്നു. അതോടൊപ്പം കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 21A റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്നും കൂട്ടിച്ചേർത്തു. ഏറ്റവും അവസാനം വന്ന അമെൻമെന്റ് ആണ് 104. 104ാമത്തെ അമെൻമെന്റ് ആണ് ഏറ്റവും അവസാനം നിലവിൽ. 2020 ജാനുവരി 25 ഏറ്റവും അവസാനത്തെ അമെൻമെന്റ് നിലവിൽ വന്നത്. റിലേറ്റഡ് ടു ദ SC/ST റിസർവേഷൻ. ലോകസഭയിലും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിക്കും SC/ST റിസർവേഷൻ എക്സ്റ്റെൻഡ് ചെയ്തു. 70 നിന്ന് 80 വർഷം വരെ നീട്ടി. അതുപോലെ തന്നെ ആംഗ്ലോ ഇന്ത്യ റിസർവ്ഡ് സീറ്റ് റദ്ദാക്കുകയും ചെയ്തു. അതായത് നമുക്ക് റിട്ട് എന്താണെന്ന് നോക്കാം. ഓർഡേഴ്സ് ഇഷ്യൂഡ് ബൈ ദ കോർട്ട് ഫോർ ദ എൻഫോഴ്സ്മെന്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ കാൾഡ് റിട്ട്സ്. നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കോർട്ട് പുറപ്പെടുവിച്ച ഒരു ഉത്തരവാണ് റിട്ട്. If anyone violates your fundamental rights, you can directly move to the Supreme Court under Article 32 and High Court under Article 226. 5 തരം റിട്ടാണുള്ളത്. ഫസ്റ്റ്, ഹേബിയസ് കോർപ്പസ്, ടു ഹാവ് എ ബോഡി ഓർ ടു പ്രൊഡ്യൂസ് ദ ബോഡി. ഇറ്റ് ഈസ് നോൺ ആസ് പ്രൊട്ടക്ടർ ഓഫ് ദ പേഴ്സണൽ ഫ്രീഡം. The writ of habeas corpus first appeared in the Magna Carta. ഒരു വ്യക്തിയെ അന്യമായി തടങ്കൽ വെച്ചിരിക്കുകയാണെങ്കിൽ അയാളെ മോചിപ്പിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ്. ഫിസിക്കലി ബ്രിങ് ബിഫോർ ദ കോർട്ട്. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നാണ് ഹേബിയസ് കോർപ്പസിനെ അറിയപ്പെടുന്നത്. സെക്കൻഡ്, മാൻഡമസ്, കമാൻഡ് ഇഷ്യൂഡ് ബൈ ദ കോർട്ട് ടു എ പബ്ലിക് ഒഫീഷ്യൽ ടു പെർഫോം ദെയർ ഡ്യൂട്ടി വിച്ച് ദേ ഹാവ് റിഫ്യൂസ്ഡ് ടു പെർഫോം. ഒരു വ്യക്തിയോടോ ഒരു സ്ഥാപനത്തോടോ അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റാൻ പറയുന്ന റിട്ടാണ് മാൻഡമസ്. വി കമാൻഡ് ടു പെർഫോം ദെയർ ഡ്യൂട്ടി or we command to do something. Third, quo warranto, by what authority? Issued to inquire in the legality of the claim of a person or public office. This writ is applicable to the public office only and not to the private office. അർഹമല്ലാത്ത സ്ഥാനത്ത് ഒരു വ്യക്തി തുടരുമ്പോൾ അതിനെതിരെ കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് quo warranto. ഒരു വ്യക്തി ആ സ്ഥാനത്ത് യോഗ്യനല്ലെങ്കിൽ അയാളെ അവിടുന്ന് പുറത്താക്കാൻ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് quo warranto. Next, prohibition. Prohibition literally means to restrain. It is issued by the Supreme Court and Higher Court to a lower court or to a tribunal to prevent the latter from exceeding its jurisdiction. ലോവർ കോർട്ട്സ് അതിൻ്റെ അധികാര പരിധി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നത് തടയുന്നതിനായി ഹയർ കോർട്ട് പുറപ്പെടുവിപ്പിക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ. Next, certiorari, to be certified. It is issued by the Supreme Court or a High Court to a lower court or a tribunal to transfer a case pending before the latter to the higher court for review. കേസ് ലോവർ കോർട്ടിൽ നിന്ന് ഹയർ കോർട്ടിലേക്ക് മാറ്റാനായി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് certiorari. Thanks for watching. You can get PDF notes from description box and our Facebook page. Thank you. And also press this bell icon.